നമസ്കാരം. +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിൽ ടെക്സ്റ്റ് ബുക്ക് 1 അതിലെ പ്രധാനപ്പെട്ട ചോദ്യഭാഗങ്ങളോടൊന്ന് കടന്നു പോവുകയാണ്. ടെക്സ്റ്റ് ബുക്ക് 1 പേജ് നമ്പർ 75 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 75. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ചോദിക്കാം പരീക്ഷയ്ക്ക്. ബ്യൂറോക്രസി എന്നാൽ എന്താണ്? ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ചോദിക്കാം. രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്? ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നാൽ എന്താണ്? ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ചോദിക്കാം. രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി അവരെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ നോക്കാം. പ്രത്യേക വൈദഗ്ധ്യം, ചുമതല വിഭജനം, ശ്രേണീക്രമം, യോഗ്യതാടിസ്ഥാനത്തിലുള്ള നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം. ഇത്രയാണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. ആവർത്തിക്കുകയാണ്. പേജ് നമ്പർ 75 ബുക്ക് നമ്പർ 1 ആണ്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ 1 ഒന്നാം ഭാഗം ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഭാഗം വന്നിരിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്? ബ്യൂറോക്രസി എന്നാൽ എന്താണ്? ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തെല്ലാം? രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ: പ്രത്യേക വൈദഗ്ധ്യം, ചുമതല വിഭജനം, ശ്രേണീക്രമം, യോഗ്യതാടിസ്ഥാനത്തിലുള്ള നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം. ഇത്രയുമാണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. അടുത്തൊരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിഭജനത്തെക്കുറിച്ച് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിഭജനം. ഇത് ബുക്ക് 1 പേജ് നമ്പർ 121 ബുക്ക് 1 പേജ് 121 ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിഭജനം. അതിലാണ് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നിലും ഒരു പട്ടിക രൂപേണ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ലിസ്റ്റ് നന്നായി പഠിക്കണം. ഇത് എല്ലാ പരീക്ഷകളും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിഭജനം 3 തരത്തിലാണ്. ഏതെല്ലാം എന്നുള്ള പോലെ ആ പട്ടികയാണ് പഠിക്കേണ്ടത്. ഓരോ ലിസ്റ്റിലും എന്തൊക്കെ വരുന്നു പഠിക്കണം. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു, സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് നന്നായിട്ട് വായിച്ച് പഠിച്ചു പോകണം. ബുക്ക് 1 നമ്മുടെ പൊളിറ്റിക്സിലെ ബുക്ക് നമ്പർ 1 പേജ് നമ്പർ 121 ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാം? അപ്പോൾ നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന, മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാം? നമ്മൾ മറ്റുള്ള ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇപ്പോൾ വേറെ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നമ്മൾ ഒരുപാട് കടം കൊണ്ട വ്യവസ്ഥകളുണ്ട്. അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നമ്മൾ എടുത്താണ് നിയമവാഴ്ച, സ്പീക്കർ സ്ഥാനം, പാർലമെൻ്ററി ഭരണ സംവിധാനം എന്നുള്ള ഈ 3 കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തത് നിയമവാഴ്ച, സ്പീക്കർ സ്ഥാനവും പാർലമെൻ്ററി ഭരണ സംവിധാനവും. അപ്പോൾ അതിൽ നിന്ന് എടുത്തു. പിന്നെ USA ഉണ്ട്, അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്താണ്. ഈ മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയിൽ നിന്ന് എടുത്താണ് മൗലിക അവകാശങ്ങൾ. അതുപോലെ ഈ നീതിന്യായ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിങ്ങനെ 3 കാര്യങ്ങൾ. മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നീ 3 കാര്യങ്ങൾ നമ്മൾ കടം കൊണ്ടത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന, അതായത് USA ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ ഈ കനേഡിയൻ ഭരണഘടന നമ്മൾ കോപ്പി അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, അവശിഷ്ട അധികാരങ്ങൾ എന്നിവ നമ്മൾ എടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. അത് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. നമ്മുടെ ഭരണഘടനയിലേക്ക് വേണ്ടിയിട്ട് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്താണ് നിർദ്ദേശക തത്വങ്ങൾ. പിന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ എടുത്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് ഭരണഘടനയിൽ എടുത്താണ്.
ചോദ്യം ഇങ്ങനെയാണ്: മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാം? അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക്, ഇന്ത്യയുടെ ഭരണഘടനയിൽ എടുത്തിട്ടുള്ള മറ്റു രാജ്യങ്ങൾ എടുത്തിട്ടുള്ള എന്തൊക്കെയാണ് നമ്മളിലേക്ക് എടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടന എടുത്തിട്ടുണ്ട്, USA എടുത്തിട്ടുണ്ട്, കനേഡിയൻ ഭരണഘടന എടുത്തിട്ടുണ്ട്, ഐറിഷ് ഭരണഘടന എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ഭരണഘടന നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നമ്മൾ എടുത്തത് നിയമവാഴ്ചയും ഈ സ്പീക്കർ സ്ഥാനവും പാർലമെൻ്ററി ഭരണ സംവിധാനം, 3 കാര്യങ്ങൾ നമ്മൾ അതിന് കോപ്പി ചെയ്തതാണ്, ഇതെടുത്തതാണ്. നിയമവാഴ്ച, സ്പീക്കർ സ്ഥാനവും അതുപോലെ പാർലമെൻ്ററി ഭരണ സംവിധാനവും നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ എടുത്താണ്. കനേഡിയൻ ഭരണഘടന എടുത്താണ് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. അവശിഷ്ട അധികാരങ്ങളൊക്കെ നമ്മൾ എന്തെന്ന് എടുത്താണ്? കനേഡിയൻ ഭരണഘടന എടുത്താണ് അവശിഷ്ട അധികാരങ്ങൾ എന്തെന്ന്. പിന്നെ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഈ അവശിഷ്ട അധികാരങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എൻ്റെ മുൻ ക്ലാസ്സിൽ നമ്മൾ ഈ അവശിഷ്ട അധികാരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കൂ, ഐറിഷ് ഭരണഘടനയിൽ എടുത്താൽ എന്താ? നമ്മൾ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്താണ്. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് എടുത്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് ഭരണഘടനയിൽ നിന്ന് എടുത്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പം മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാം? നമ്മുടെ രാജ്യം കടം കൊണ്ട വ്യവസ്ഥകൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ അത് പറഞ്ഞു. അടുത്ത കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കട്ടെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. അടുത്തത്, ഭരണഘടനയുടെ 17-ാം വകുപ്പ് എന്താണെന്ന് ചോദിക്കാം. എന്താണ് 17-ാം വകുപ്പ് എന്നത്? അയിത്താചാരം നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പാണ് ഭരണഘടനയുടെ 17-ാം വകുപ്പ്. അയിത്താചാരം നിരോധിച്ചുകൊണ്ട് ഉള്ള വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാം വകുപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. അയിത്താചാര നിരോധനം ആ വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാം വകുപ്പാണ് അയിത്താചാര നിരോധനം. അടുത്ത് നമ്മൾ മൗലികാവകാശങ്ങൾ പഠിച്ചതാണ്. സ്വാതന്ത്ര്യ സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട്, സ്വാതന്ത്ര്യ അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണ തിരുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട്, മതസ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമത്വം. എന്നാൽ ചോദ്യം ഈ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ചോദിക്കാം. സ്വത്തവകാശം എന്തിൽ പെടുന്നില്ല? മൗലിക അവകാശത്തിൽ പെടുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പോകണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമത്വം 6 പഠിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ. എന്നാൽ അതിൽ പെടാത്തതാണ് എന്ത്? സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശത്തിൽ പെടാത്തതാണ്. അപ്പോൾ ചോദിക്കാം, മറ്റെല്ലാം തന്നിട്ട് അതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്ത ചോദിക്കാം. സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല. സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല എന്നുള്ളത് ഒന്ന് ഓർമ്മയിൽ വെക്കണം. നോക്കൂ, എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് ചോദിക്കും. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ചോദിക്കാം. ലോകസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്ന വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ചോദ്യം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാൽ എന്ത്? ആ പേരിലുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ലോകസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്ന വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ലോകസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്ന വ്യവസ്ഥയാണെന്ത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കാം. 3-ാം ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്നാണ് ചോദ്യം. അപ്പം 3-ാം ഭാഗമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഈ ലോകസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ്. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണെന്ന് ചോദിക്കാം. ഉപരാഷ്ട്രപതിയാണ് ഉത്തരം. ശ്രദ്ധിക്കുക,
ലോകസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ് എങ്കിൽ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാന്ന് ചോദിക്കാം. ഉത്തരം ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അടുത്തതായിട്ട് ജുഡീഷ്യറിയുടെ ഘടന ചോദിക്കാം. ജുഡീഷ്യറിയുടെ ഘടന എന്തെല്ലാം ചോദിക്കാം. അപ്പോൾ അതിൽ ആദ്യം ഇതുണ്ട് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി എന്നിങ്ങനെ ഇങ്ങനെ പട്ടിക വരച്ച് എഴുതണം. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, 2 ഹൈക്കോടതി, മൂന്നാമത്തേത് ജില്ലാ കോടതി, നാലാമത്തെ കീഴ്ക്കോടതി. ഇങ്ങനെ നാല് കോടതികളുടെ പേര് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ത്രികോണം വരച്ചിങ്ങനെ പാട്ടാക്കി എഴുതണം. ചോദ്യം ഇങ്ങനെയാണ്: ജുഡീഷ്യറിയുടെ ഘടന, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടന ചോദിക്കാം. ജുഡീഷ്യറിയുടെ ഘടനയാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും മുകളിൽ എഴുതണം സുപ്രീം കോടതി, രണ്ടാമതായിട്ട് എഴുതുന്നത് ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, നാലാമത്തേതായിട്ട് അവസാനത്തേത് കീഴ്ക്കോടതി. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചിട്ട് പഠനം നടത്തി ആ കമ്മീഷൻ്റെ പേര് ചോദിക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ റിപ്പോർട്ടിൻ്റെ പേര് ചോദിക്കാം. സർക്കാരിയ കമ്മീഷനാണ് ഉത്തരം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയ റിപ്പോർട്ട് പുറത്തുവിട്ട കമ്മീഷൻ്റെ പേര് ചോദിക്കാം. സർക്കാരിയ കമ്മീഷനാണ് ഉത്തരം. ചോദ്യം എങ്ങനെയാണ്: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മീഷൻ്റെ പേരാണ് ചോദിക്കുക. സർക്കാരിയ കമ്മീഷനാണ് ഉത്തരം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മീഷൻ്റെ പേര് സർക്കാരിയ കമ്മീഷൻ. പിന്നെ നമുക്കറിയാവുന്ന വേറെ ചോദ്യം ഉണ്ടല്ലോ, ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനത്തിൻ്റെ പേര് ചോദിക്കാം. തെലുങ്കാന.